ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഈ കുരിശുമലയുടെ മുകളിലെത്തി ആ ചാപ്പലും അതുപോലെ കുരിശുമലയുടെ മനോഹരമായ കാഴ്ചയും നമ്മുടെ മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് പാതയിലൂടെയുള്ള ട്രെയിനിൻ്റെ വരവൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് കുറേ ഏറെ നേരം നിന്നു. അതിനുശേഷം നമ്മളിനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ പാറയുടെ പീക്ക് എന്ന് പറയുന്ന കുറേയേറെ മുകളിലേക്ക് കയറിപ്പോയാൽ നമുക്ക് അവിടെ ശിവപാർവതി ടെമ്പിൾ ഉണ്ട്. അതായത് ഉറുകുന്ന ശിവപാർവതി ടെമ്പിൾ, പാണ്ഡവൻ പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ ഒളിവിൽ താമസിച്ച ഒരു സ്ഥലമായിട്ടാണ് ഐതിഹ്യം പറയുന്നത്, പാണ്ഡവൻ പാറ. അവിടേക്ക് നിയതമായിട്ടൊരു വഴിയൊന്നുമില്ല. അപ്പം ഇവിടുന്ന് കയറി പോകുമ്പം നമുക്ക് ഇച്ചിരി റിസ്ക്കാണ്. ഇനി നമ്മൾ അല്ലെങ്കിൽ താഴെ ഇറങ്ങിപ്പോയി മേളിലേക്ക് കയറി വരാൻ നമുക്ക് തീർച്ചയായും ഒരുപാട് സമയം പോകും. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ ഇത് തന്നെ ഈ വഴി തന്നെ കയറി പോകാനായിട്ട് വിചാരിക്കുകയാണ്. രാകേഷ് എന്തായാലും വരുന്നില്ല. ഇച്ചിരി പ്രയാസപ്പെട്ടിട്ടായാലും നമുക്ക് ആ കാഴ്ച കാണാതെ പോകാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോൾ വിവിധമായ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ എപ്പോഴും നമ്മുടെ യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടെന്നറിയാം. അപ്പോൾ കൂടെ വായോ, നമുക്ക് മനോഹരമായ കാഴ്ചകളിലേക്ക് പോകാം. എനിക്ക് കേട്ടോ, ഇനിയും വേണ്ട. മൈക്കുണ്ട്, അത് കോപ്പിറൈറ്റ് ഒക്കെ ഉണ്ടാവും. മൈക്ക് പാട്ടൊക്കെ മ്യൂട്ട് ചെയ്ത് കേൾപ്പിക്കാൻ പറ്റുള്ളൂ. സൂപ്പർ സൂപ്പർ. പാണ്ഡവർ തപസ്സിരുന്ന പാറയുടെ അള്ളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. ഒക്കെ ആയിരിക്കും വിശ്വാസം. അവിടെ ആരോടും ചോദിക്കാൻ കാണുമായിരിക്കും, ചോദിച്ചു നോക്കാം. മൈക്ക് വെച്ചിരിക്കുന്നുണ്ടേ, ചെരുപ്പില്ലാത്തതുകൊണ്ട് വല്ലാത്ത അവസ്ഥ. അതൊരു ലോകം, ഇത് വേറെ വ്യത്യസ്തമായ വേറൊരു ലോകം. അകലെയുള്ള വ്യൂ ഒക്കെ അതിമനോഹരമാണ്. പാണ്ഡവൻ പാറ.
ക്ഷേത്രത്തിലെ കേഴ്ചാണ് പേര് നാഗേഷ്. വീട് ഇവിടെ തന്നെ എന്നും പഠിക്കാൻ വരുന്നല്ലേ ശാന്തിയുടെ. എന്തെങ്കിലും പാണ്ഡവൻപാറ എന്നല്ലേ ഞാൻ അറിയപ്പെടുന്നത്? പാണ്ഡവൻപാറയ്ക്ക് എന്താ ചരിത്രം? ഇവിടെ വന്നിട്ടുണ്ട്. ആ ഓക്കെ. അതിനെന്തെങ്കിലും അടയാളം അങ്ങനെ എന്തെങ്കിലും? ആ അതെവിടെ? ആ പാറ. ആ ഓക്കെ. ഒന്ന് കണ്ട് എടുത്തിട്ടല്ലേ? ആ വെള്ളം കുടിക്കാൻ കൊള്ളാവുന്നതാണോ അവിടെ ഇരിക്കുന്നത്? ഈ പാണ്ഡവൻപാറയുടെ ചരിത്രമൊക്കെ അവർ കുറേയൊക്കെ പറയും. ഇത്രയൊക്കെ പാണ്ഡവർ വനവാസ കാലത്ത് താമസിച്ചിരുന്ന ഹനുമാൻ. ഇവിടെ വന്നു കഴിയുമ്പോഴേ വ്യത്യസ്തമായ ഒരു കാഴ്ചയുണ്ട്. വ്യത്യസ്തമായ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ റോസ്മലയിൽ പോയപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. ആ റോസ്മലയുടെ കാഴ്ച വേറൊരു രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. റോസ്മല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴി പോയി അങ്ങനെ ആ ഭാഗത്താണ് റോസ്മല കാണുന്നത്. ഇത് തെന്മല ഡാമിൻ്റെ റിസർവോയറാണ് കാണുന്നത്. കാണുന്നത് ഇനി ക്യാമറയ്ക്കകത്ത് എത്രമാത്രം കാണാൻ കഴിയുമെന്നൊരു കാഴ്ചയാണ് കാണുന്നത്. നിരന്തരം വരെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇതൊക്കെ സന്ദർഭി കാടുമായിട്ട് അവിടെയാണ് ഗുഹകളുള്ളത്. ഇതൊന്നും കുറേ അവിടെയാണ് പാമ്പൊക്കെ ഉണ്ട്. അന്നൊക്കെ വന്ന് മൂടിക്കിടക്കുന്ന ഇതാണ് കാഴ്ചയുടെ അട്രാക്ഷനാണ് ഡാമിൻ്റെ രസകരമായ കാഴ്ചയാണ്. കാഴ്ചകൾക്ക് മിഴിവ് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ നടക്കാറുണ്ട്, പോയിങ്ങി നടക്കാറുണ്ട്. നമ്മുടെ ഡാമാണ്.
ഇവിടെയൊക്കെയാണ് ഗുഹകളും ആ പാറയൊക്കെ പോകാൻ പാടാണ് ഇവിടെയൊക്കെ പണ്ടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഗുഹകളൊക്കെ മുകളിൽ പോയി കാഴ്ചകളെല്ലാം കണ്ടു. നമ്മളെ കഴിയുന്ന കാഴ്ചകളൊക്കെ കണ്ടു. ഏതായാലും ഈ മലയുടെ തീരത്തിലെത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റിയ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയാണ്. ആ കാഴ്ച കണ്ടില്ലെങ്കിൽ നഷ്ടമായിപ്പോയിനെ. അവിടെ വന്നപ്പോൾ കിട്ടിയ കാഴ്ച വേറെ, ഇവിടെ വന്നപ്പോൾ അതിലും മനോഹരമായ കാഴ്ചയാണ്. ഇതാണ് ഏറ്റവും ഫേമസ് സ്ഥലം പോയത്. അപ്പോൾ അവിടുത്തെ കാഴ്ച നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റും. ആ കാഴ്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ കണ്ട കാഴ്ചയായിരുന്നു. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ തെന്മല ഡാം ഉൾപ്പെടെ നമുക്ക് കാണാം. തെന്മല ഡാമിൻ്റെ അടിത്തട്ട് വരെ കാണാമെന്ന് പറയാം. കാരണം വെള്ളമില്ല, അങ്ങനെ അടുക്കാണ്. പക്ഷേ ക്യാമറയിൽ എത്രമാത്രം അത് കിട്ടി എന്നുള്ളത് നമ്മളിനി വീട്ടിൽ ചെന്ന് പരിശോധിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ റിസ്ക്കുള്ള വീഡിയോ ആണ്. അഡ്വഞ്ചറായിട്ട് നമ്മൾ കയറി വന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഇതിന് സത്യത്തിൽ ഇത്രയും വലിയ ഉയരത്തിൽ നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങോട്ട് പ്രോപ്പർ ഒരു വഴിയില്ല. ഈ വഴി വരുമ്പോൾ ഒരു പ്രോപ്പർ വഴിയില്ല. പക്ഷേ നമ്മൾ ആ കുരിശൻ്റെ അവിടെ നിന്ന് കയറില്ല. ആ കുരിശൻ്റെ അവിടെ നിന്ന് കയറുന്നതിൻ്റെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മേളിലോട്ട് നമുക്ക് കയറാൻ വേണ്ടി അമ്പലത്തിലേക്ക് വരാനുള്ള വഴി. അതാണ് കാര്യം. അതിലേ വരുവാണെങ്കിൽ നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ വരാം. അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഇതിലേ വന്നിട്ട് ചർച്ചും കുരിശുമലയും കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. അതാണ് കാര്യം. അപ്പം നമ്മളിപ്പം രണ്ട് കാഴ്ചകളും ഈ ഇതിലെ വന്ന് നമ്മൾ കണ്ടു. ആകാശം കാർമേഘാവൃതമായിരിക്കും. മഴയുടെ ലക്ഷണം വളരെ ശക്തമായിട്ടുണ്ട്. ആ മഴയ്ക്ക് മുമ്പ് നമുക്ക് റോഡിലെങ്കിലും ചെല്ലണം. രാകേഷിൻ്റെ കയ്യിലാണ് വെള്ളമെല്ലാം. രാകേഷ് അവിടെ നല്ല ലക്ഷണമായി നോക്കി നിൽക്കുക. അതുകൊണ്ട് അതെല്ലാം വലിയ പാറ ഇടുക്കുകളാണ്. ഈ വലിയ കയറ്റം കയറാനായിട്ട് കഴിവുള്ള ഭക്തർ മാത്രമേ ഇവിടോട്ട് വരുള്ളൂ. കാരണം അത്രയ്ക്കും ഭീകരമായ കയറ്റമാണ്. സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പോലും കയറി വരുന്ന വലിയ ബുദ്ധിമുട്ടാണ്. രാകേഷിനെ കാണുന്നില്ല.
ഇവിടെ ഇനി എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇറങ്ങുമെന്നാണ് ആലോചിക്കുന്നത്. ഇറക്കം റിസ്ക്കാണ്. അതെ, നിങ്ങൾ പോയെന്ന്, നിങ്ങൾ ഉറങ്ങിയില്ലേ? നിങ്ങൾ ഉറങ്ങി കിടക്കാൻ ഫ്രണ്ട്സ്. അപ്പം പാണ്ഡവം പാറയുടെ കാഴ്ചകളും അതുപോലെ ഹോളി ക്രോസ് കുരിശുമലയുടെ കാഴ്ചകളും നമ്മൾ കണ്ടു, വിശദമായി കണ്ടു. പാണ്ഡവം പാറയുടെ കാഴ്ച മേളിലായിരുന്നു, അവിടേക്ക് കയറി കണ്ടു. ഇത് ഈ മലയുടെ മുഴുവനുള്ള പേരെന്ന് പറഞ്ഞാൽ ഉറുകുന്നാണ്. ഉറുകുന്നെന്നാണ്. ഉറുകുന്ന് പാണ്ഡവം പാറ, ഉറുകുന്ന് കുരിശുമല, ഇങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോൾ ഉറുകുന്ന് മലയുടെ പാറയുടെ ഉച്ചിയിൽ നമ്മൾ കയറി. വിശാലമായ കാഴ്ചകളാണ് നമുക്ക് കിട്ടിയത്. മനോഹരമായ വീഡിയോ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ കാഴ്ചകളെല്ലാം നമുക്ക് കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാകുള്ളൂ. പാണ്ഡവം പാറയുടെ കാഴ്ച അതീവ ഹൃദ്യമാണ്. ഇവിടെ വ്യൂ പോയിൻ്റ് ഉണ്ട്, കുരിശുമലയിലും വ്യൂ പോയിൻ്റ് ഉണ്ട്. എങ്കിൽ പോലും പാണ്ഡവം പാറ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന വ്യൂ പോയിൻ്റ് ഉണ്ട്. അതൊരു അമേസിംഗ് ആയിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ അത് നമ്മളൊട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് എത്രമാത്രം മെഴുക് കിട്ടുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇവിടെ എല്ലാവരും വന്ന് തന്നെ കാണുക. നമ്മളിത് കാണുമ്പോൾ പറഞ്ഞു തന്നതിലുപരി നിങ്ങൾ വന്ന് കാണുക. എന്നിട്ട് ഇത് നേരിട്ട് കണ്ടതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ ഭംഗിയും ആസ്വദിക്കുക. കുറേ ആൾക്കാരൊക്കെ അമ്പലത്തിലും വരുന്നുണ്ട്, കുരിശുമലയിലും ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണാമെങ്കിൽ. നിങ്ങളും പോരുക, ധൈര്യമായിട്ട് സൂക്ഷിച്ചും കണ്ടും പോരുക എന്നൊക്കെ പോകും. അപ്പം ഞങ്ങളിപ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ എൻ്റെ ജാവേഷനെ താഴെ ഇറങ്ങി. ഞാൻ ജാവേഷനയുടെ താഴെ കുരിശുമലയുടെ നമുക്ക് അമ്പലത്തിലേക്ക് കയറി വരാൻ പ്രത്യേക വഴിയുണ്ട്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിപ്പോൾ ആ വഴി തന്നെ ഇറങ്ങിപ്പോൾ കയറ്റമായിരിക്കാം, ഞങ്ങൾക്ക് ആ വഴി അറിയില്ല. ഞങ്ങൾ അവിടുത്തെ എൻട്രൻസ് കണ്ടു, താഴത്തെ എൻട്രൻസും കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് കയറുന്ന ആ വഴി ഇതിൽ കുറേയേറെ കയറി വരണം. ഞങ്ങളുടെ താപകാര ചെല്ലുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോയതുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയില്ല. അത് നല്ല സൂക്ഷിച്ച് തന്നെ ഇറങ്ങിപ്പോകും. കയറുമ്പോൾ നമ്മൾ കയറി വരും, ഒരാവശ്യത്തിന് കയറി വരും. താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് വളരെ സൂക്ഷിച്ച് ഇറങ്ങി പോയാലേ വരുള്ളൂ. കാരണം സ്റ്റെപ്പ് കുത്തനെ പോകുന്ന പല സ്ഥലങ്ങളുണ്ട്. കയറി വന്നപ്പോൾ കണ്ട കാര്യമാണ്, നമുക്ക് അന്നേരം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് പോകാം. ഇവിടെ ഒരു വറ്റാത്ത നീരുറവുണ്ട്. ആ നീരുറവ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നറിയോ, ഇവിടെ കുരിശൊക്കെ ഉണ്ട്, ചെറിയൊരു കുരിശൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ നുരവര എന്ന് പറഞ്ഞാൽ ബസ് ചെയ്ത അനുഗ്രഹ നീരുറവ എന്നാണ്. പാറയുടെ അടിയിൽ ഇത് പറ്റത്തേ ഇല്ല ഈ നീരുറവ. ഇതുപോലെ തന്നെ ഒരു സെയിം നീരുറവ അവിടെയുണ്ട്, പാണ്ഡവം പാറയിലും ഉണ്ട്, ആ സൈഡിൽ. അപ്പോൾ ആ നീരുറവ കാണിക്കാമെന്ന് വിചാരിച്ചു. വിദേശത്ത് ഇപ്പോഴെന്താ ചെയ്യുന്നത്? അല്ലല്ല, എയർപോർട്ട് സ്റ്റെപ്പ് ഇറങ്ങുന്ന പോസ് കത്തിക്കുമായിരുന്നു ഇല്ലേ? അവിടെ നിന്ന് കത്തിക്കുമായിരുന്നു അല്ലേ? അതിനെ